വേണമടാ, ഇവൻ കൂടി നശിച്ചു കിട്ടണമെന്നുള്ളത് എന്റെ ഭാവിയിൽ ആവശ്യമാണ്. പലതിനും സാക്ഷി എന്നവനാണ് ഞാൻ. ബാക്കി കൂടി കാണാൻ മതി നിന്റെ ഉപദേശം. നിങ്ങൾ പോകാം. ഇവനെ കൂടെ നശിപ്പിക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതേവരെ എന്റെ മോൻ എന്നോട് മിണ്ടിയിട്ടില്ല. അന്നേ പിന്നെ ഇന്നേ തീയതി വരെ ടാക്സി ഇറക്കിയിട്ടില്ല. പിള്ളേരും കെട്ടിയോളും പട്ടിണിയും. നീ ധൈര്യമായി ടാക്സി ഇറക്കണം. അയ്യോ, പിടിച്ചാലോ? എല്ലാം പറഞ്ഞു കൊടുത്തേ കെട്ടണോ? ഇതാ. അപ്പോ ഞാനിങ്ങോട്ട്. എന്താ? ഒന്നുമില്ല. എവിടെയൊക്കെയുള്ള വേശികള് അബോർഷൻ ചെയ്ത് മരിക്കുന്നു. എവിടെയൊക്കെയുള്ള ടാക്സി ഡ്രൈവർമാര് അതും പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നു. ലോകത്തെ കിടുകിട വിറപ്പിക്കുന്ന എന്റെ ഭർത്താവ് ഒരു ടാക്സിക്കാരന്റെ മുൻപിൽ ആലില് പോലെ നിന്ന് വിറയ്ക്കുന്നു. എനിക്കിതൊക്കെ കാണും. എന്തോ ഒരു ശബ്ദം കേട്ട് ഞാൻ ഓടി വന്ന് നോക്കുമ്പോ അമ്മ ഈ കിടപ്പ. മിണ്ടാട്ടോ ഇല്ല, അനക്കോ ഇല്ല. അയ്യോ അമ്മേ, അമ്മേ. ഭേദാപ്പോ ഇനി മരുന്ന് കഴിക്കുന്നുണ്ട്, ആയുർവേദ ചികിത്സയുണ്ട്. മതിയായില്ലേ? തോന്നിയാസം കാണിക്കലേ? തോന്നിയാസങ്ങളും കാട്ടി തോന്നിയോടെ അങ്ങോട്ട് ജീവിക്കാം. എന്താ തൃപ്തിയായില്ലേ? അതിനിവിടെ ആരും തോന്നിവാസം കാണിച്ചില്ലല്ലോ. ഇല്ലേ? പിന്നെ ഈ കിടക്കണ എന്താ? അത് നിന്റെ തോന്നിയാസങ്ങളുടെ ഫലം തന്നെ. അത് ഈശ്വരന്റെ തോന്നിവാസങ്ങളുടെ ഫലവാ.
യെസ്. ഞാനാണ് ഉഷ. ആ ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വരാം. എപ്പോ? ഇപ്പൊ തന്നെ വരാം. എങ്ങോട്ടാണ്? ഏത് വേഷം വിളിച്ചിട്ടാണ് ഈ നേരത്ത്? തുടരുത് തന്നെ. പിശാച്. Idiot. പോവുകയാണോ? ഞാൻ അവിടെ വന്ന് കണ്ടോളാം. പട്ടി. ചേച്ചി വന്നിട്ടുണ്ട്. മോള് വന്നോ? അല്ല, നീ വരുന്നവരൊന്നും അറിയിച്ചില്ലല്ലോ മോളെ. പ്രഭു എവിടെ? എന്ത് പറ്റി മോളെ? പിണങ്ങിയിട്ടാണോ വന്നത്? പറയൂ. അമ്മ ചോദിച്ചത് കേട്ടില്ലേ? പിണങ്ങി പോന്നതാണോ? അല്ല, രക്ഷപ്പെട്ടതാണ്. എന്ത് തോന്നിയാസമാണ് നീ കാണിച്ചത്? കെട്ടിയവന്റെ വീട്ടിൽ പണിയാൽ ഈ വീട്ടിൽ സ്ഥാനമുണ്ടാകുമെന്ന് നീ കരുതുന്നുണ്ടോ? നിന്നെ ഞാൻ... ഇഷ്ടമായില്ലെങ്കിൽ പറഞ്ഞോളൂ, ഞാൻ പൊയ്ക്കൊള്ളാം. കിടന്നുറങ്ങാൻ എനിക്ക് കടത്തിണ്ണുകളുണ്ട്. എന്നേക്കുമായി നിങ്ങളെ എനിക്കിഷ്ടമാണ്. ഒപ്പം തന്നെ വെറുപ്പും. വിവാഹത്തിന് ശേഷം 5 മാസം കഴിയുന്നതിന് മുൻപ് 6 മാസത്തെ ഗർഭവും ചുമന്നാണ് ഞാൻ മടങ്ങുന്നത്. അതുകൊണ്ട് ദയവായി എന്റെ കുഞ്ഞിന്റെ അച്ഛൻ ചമഞ്ഞ് വീട്ടിലേക്ക് വന്നു കയറരുത്. ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരൻ അത് കണ്ട് ചിരിക്കുന്നു വരും. പോകട്ടെ. ശോഭ. എന്താ അമ്പിക? ശോഭ തന്നയച്ചതാണോ? അതെ. കല്യാണി ഒന്ന് ഇവിടം വരെ വരണം. എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവളോട് പറഞ്ഞേക്ക് വരാൻ മനസ്സില്ലെന്ന് പറഞ്ഞു. ഭർത്താവിന്റെ പൊങ്ങച്ചം കേൾപ്പിക്കാൻ വേറെ ആളെ നോക്കാൻ പറയും. എന്താ കുഞ്ഞെ? വലിയ മഹാറാണിയൊന്നും അല്ലല്ലോ, ഇങ്ങോട്ട് എഴുന്നല്ലാമല്ലോ.